വളരെ വ്യാപകമായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് പ്രോബയോട്ടിക്. ഇപ്പോൾ പലയിടത്തും നമുക്ക് കാണാൻ വരുന്നത് പ്രോബയോട്ടിക് കണ്ടന്റ് ഉണ്ട്. ഇപ്പം തൈരിലായാലും എല്ലാ കാര്യത്തിലും ചില ഫുഡ് ഐറ്റംസിലൊക്കെ പ്രോബയോട്ടിക് എന്ന് പറയും. നമുക്കും കേട്ടിട്ടുണ്ട് പ്രോബയോട്ടിക് ആണ് സാധനം, വളരെ നല്ലതാണ്. പ്രോബയോട്ടിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും യഥാർത്ഥത്തിൽ നമുക്കറിയാം, പ്രോബയോട്ടിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള കുടലുകളിലുള്ള നല്ല ബാക്ടീരിയ, ഗുഡ് ബാക്ടീരിയാസ് എന്ന് പറഞ്ഞ പേരാണ് പ്രോബയോട്ടിക്സ്. നമ്മൾ പണ്ട് കാലത്ത് ഏകദേശം 1000-2000 വർഷങ്ങൾക്ക് എല്ലാ മനുഷ്യരാശിയുടെ ജീവിതം സ്റ്റാർട്ടിങ് മുതൽ തന്നെ അവർ വ്യാപകമായിട്ട് ഉപയോഗിച്ചിരുന്ന സാധനങ്ങളാണ് പ്രോബയോട്ടിക്സ്. പക്ഷെ ഇന്ന് അത് പുതിയ പേരിലായിട്ട് പ്രോബയോട്ടിക് എന്നുള്ള ടേമിലായിട്ട് വന്നുകൊണ്ടാണ് നമുക്ക് സംശയങ്ങളും കാര്യങ്ങളും. കാരണം ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫെർമെൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ പുളിച്ചിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾക്കാണ് നമ്മൾ പ്രോബയോട്ടിക് എന്ന് പറയുന്നത്. പ്രോബയോട്ടിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ബാക്ടീരിയകൾ, ശരീരത്തിൻ്റെ വയറിൻ്റെ ദഹന പ്രക്രിയയ്ക്ക് അല്ലെ പ്രതിരോധ സംവിധാനത്തിന് ആവശ്യമായിട്ടുള്ള ഏറ്റവും നല്ല സംവിധാനമാണ് പ്രോബയോട്ടിക് ബാക്ടീരിയാസ്. പ്രോബയോട്ടിക് എന്ന് പറഞ്ഞാൽ ഗുഡ് ബാക്ടീരിയാസ് എന്ന് പറയുന്ന പേരാണ് പ്രോബയോട്ടിക്. അതായത് അതിൻ്റെ വളർച്ചയ്ക്കും അതിന് നൽകുന്ന പേരാണ് പ്രോബയോട്ടിക്. അപ്പോൾ നമ്മൾ പ്രോബയോട്ടിക് എന്നുള്ള ടേം വരാൻ കാരണം ഇപ്പം റീസെൻ്റ് ആയിട്ട് 1900 ഇപ്പം നമ്മൾ തുടർച്ചയായിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിൻ്റെ ഒറിജിൻ വന്നത് പണ്ട് മുതലുള്ളതാണ്. പക്ഷെ സയൻറ്റിഫിക്കലി അത് വന്നത് 1905 റഷ്യൻ ബയോളജിസ്റ്റ് ആയിട്ടുള്ള എലൈറ്റ് മെച്ചിൻകോഫ് എന്ന് പറയുന്ന ഒരു ബയോളജിസ്റ്റ്. അദ്ദേഹമാണ് ആ ജനങ്ങളിടയിൽ വ്യാപകമായിക്കൊണ്ട് ഈ പറഞ്ഞ പാലുൽപ്പന്നങ്ങൾ പുളിപ്പിച്ച്, അതായത് നമ്മുടെ തൈര്, മോര്, ഇത് വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന ജനങ്ങളുടെ ലൈഫ് കൂടുതലായിട്ട് കണ്ടു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അവരിലുള്ള നടത്തിയ സ്റ്റഡിയുടെ ഫലമായിട്ട്, ഒബ്സർവേഷൻ്റെ ഫലമായിട്ട് അവർക്ക് അസുഖങ്ങൾ വരുന്നത് കുറവാണ്, അവരുടെ ലൈഫ് സ്പാൻ കൂടുതലാണ്, അവർക്ക് കൂടുതൽ കാലം സുഖമായിട്ട് ജീവിക്കാൻ പറ്റുന്നു. അപ്പോൾ ഒരുപാട് വ്യത്യസ്തതകൾ ആരോഗ്യത്തിൽ അദ്ദേഹത്തിൽ കണ്ടു. അവരിൽ അദ്ദേഹം കണ്ടുപിടിക്കുകയും അതിനുശേഷം അത് കൃത്യമായിട്ട് പഠനം നടത്തുകയും ചെയ്തു. അതിന് അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടി. കാരണം എന്താണ്? അദ്ദേഹം ഇന്നും അറിയപ്പെടുന്ന ഇന്ത്യൻ ഇമ്മ്യൂണിറ്റിയുടെ ഫാദറായിട്ടാണ്. അതായത് നാച്ചുറൽ ആയിട്ടുള്ള പ്രതിരോധ സംവിധാനം രോഗാണുക്കളെ കൊല്ലുന്നു എന്നുള്ള സിദ്ധാന്തം സയൻറ്റിഫിക്കലി സ്റ്റാർട്ട് ചെയ്തത് അദ്ദേഹമാണ്. അതിനുശേഷം അതിന് പല റിസർച്ചും ഡെവലപ്മെൻ്റൊക്കെ നടത്തി ആദ്യമായിട്ട് പ്രോബയോട്ടിക് എന്നുള്ള ടേം മെഡിക്കൽ ഉപയോഗിക്കുന്നത് ജൂലി ആൻഡ് സ്റ്റിൽവെല്ലാണ്. ആ രണ്ടുപേരാണ് മെഡിക്കൽ 1965 ഈ ടേം യൂസ് ചെയ്യുന്നത്. പണ്ട് കാലത്ത് നമുക്കറിയാം ആൻറ്റിബയോട്ടിക് ആണ്, അതായത് ഈ പറയുന്ന ബാക്ടീരിയകൾക്കെതിരെയാണ് നമ്മൾ ഇത്രയും കാലം ഉപയോഗിച്ചിരുന്നത്. അതിന് ബദലായിക്കൊണ്ടാണ് പ്രോബയോട്ടിക്, അതായത് ഫോർ ബാക്ടീരിയ പ്രോബയോട്ടിക് എന്നുള്ള ടേം ഉപയോഗിക്കുന്നത്. വേറെ ഒന്നുമില്ല, ടേം കേൾക്കുമ്പോൾ നമുക്ക് കോംപ്ലിക്കേഷൻ ആണെങ്കിലും ഇത് നമുക്ക് വളരെ പരിചയമുള്ള സുപരിചിതമായിട്ടുള്ള ഭക്ഷണങ്ങളാണ്. അത് ഏറ്റവും എളുപ്പം എന്താണ് പറയുക, നമ്മുടെ പഴങ്കഞ്ഞി എന്ന് പറയുന്ന സാധനം, അച്ചാറ്, പണ്ട് മുതലേയുള്ള അച്ചാറും ഉപ്പിലിട്ട സാധനങ്ങളും. ഇന്നത്തെ അച്ചാറും ഇന്നത്തെ ഉപ്പിലിട്ടതല്ല, പണ്ട് ഫെർമെൻറ്റേഷൻ ചെയ്ത വീടുകളിൽ തന്നെ സൂക്ഷിച്ച് പുളിച്ച് മാറിയിട്ടുള്ള. അതുപോലെ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്ന ദോശ, ഇഡ്ഡലി, അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഇന്നത്തെ ഡയറക്റ്റ് ആയിട്ടുള്ളതല്ല, തലേന്ന് വെച്ചുകൊണ്ട് അതിൽ ഫെർമെൻറ്റേഷൻ സംഭവിക്കുമ്പോഴാണ് ഈ പറഞ്ഞിരുന്ന പ്രോബയോട്ടിക് എന്നുള്ള സാധനം ഈ ബോഡിയിലേക്ക് വരാൻ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളത്. ഇനി പ്രോബയോട്ടിക്കിൻ്റെ ഫങ്ഷൻസ് എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് നോക്കാം. പ്രോബയോട്ടിക്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫങ്ഷൻസ് അദ്ദേഹം കണ്ടെത്തിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹാംഫുൾ ആയിട്ടുള്ള ബാക്ടീരിയകളെ തകർക്കുകയും അതോടൊപ്പം തന്നെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും വളരെ ഹെൽപ്ഫുള്ളാണ്. ഇതാണ് അതിൻ്റെ ഏറ്റവും ഫങ്ഷൻ. അതോടൊപ്പം തന്നെ നമ്മുടെ ഗട്ടിൽ അടങ്ങിയിരിക്കുന്ന pHൻ്റെ ലെവല് മെയിൻറ്റെയിൻ ചെയ്യാൻ അത് വളരെ ഹെൽപ്ഫുള്ളാണ്. അതോടൊപ്പം തന്നെ ഗട്ട് ലൈനിങ്ങും ഇമ്പ്രൂവ് ചെയ്യും. അതോടൊപ്പം തന്നെ അബ്സോർപ്ഷൻ വളരെ ഹെൽപ്ഫുള്ളായിട്ട് കൺട്രോൾ ചെയ്യും. ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞ പ്രോബയോട്ടിക് അല്ലെങ്കിൽ ഗുഡ് ഹെൽത്ത് ബാക്ടീരിയയുടെ ആരോഗ്യത്തിന് തകർക്കുന്നതെന്ന് നോക്കാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പറയുന്നത് സ്ട്രെസ് തന്നെയാണ്. അതുപോലെ ഉറക്കവും. സ്ട്രെസ് എങ്ങനെയാണ് ഇതിനെ ബാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്ട്രെസ് ഹോർമോൺ വർദ്ധിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ ആ ബോഡിയുടെ തുടർച്ചയായിക്കൊണ്ട് സ്ട്രെസ് ഹോർമോൺ വർദ്ധിക്കുമ്പോൾ അവിടെയുള്ള pH ലെവൽ മാറുകയും അത് തുടർച്ചയായിക്കൊണ്ട് തന്നെ ഈ പറഞ്ഞ നല്ല ബാക്ടീരിയയുടെ അളവ് നശിക്കുകയും ചീത്തയായിട്ടുള്ള ബാക്ടീരിയയുടെ അളവ് വർദ്ധിക്കുകയും ചെയ്യും. രണ്ടാമത് സ്ട്രെസ് ഹോർമോൺ വർദ്ധിക്കുന്ന സമയത്ത് തുടർച്ചയായിട്ടുള്ള ഇൻഫ്ലമേഷൻസ്, ക്രോണിക് ആയിട്ടുള്ള ലോ ലെവൽ ഇൻഫ്ലമേഷൻ ഇതിൻ്റെ ആരോഗ്യത്തിന് ഗുരുതരമായിട്ട് ബാധിക്കും. പിന്നെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ കഴിക്കുന്ന ജങ്ക് ഫുഡുകളാണ്. എന്തുകൊണ്ട് ജങ്ക് ഫുഡുകൾ ഇതിന് കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തുടർച്ചയായിക്കൊണ്ട് ജങ്ക് ഫുഡ് കഴിക്കുന്ന സമയത്ത് ഇത് ലോ ഗ്രേഡ് ആയിട്ട് ദഹിക്കാൻ പ്രയാസമായിരിക്കും. അതോടൊപ്പം തന്നെ ലോ ഗ്രേഡ് ഇൻഫ്ലമേഷൻ അത് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യും. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഈ കഴിച്ചുകൊണ്ടിരിക്കുന്ന എക്സസ് ആയിട്ടുള്ള ഷുഗർ ഇൻടേക്ക് അല്ലെങ്കിൽ ഹെവി ആയിട്ട് ഓയിലി ഫുഡ് കഴിക്കുന്ന എന്ത് ചെയ്യും, ഇത് ഡൈജസ്റ്റ് ചെയ്യാൻ പ്രയാസമുള്ളതായിരിക്കും.
അത് ഇതിൻ്റെ ഹെൽത്തിനെ ബാധിക്കും. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നല്ല ബാക്ടീരിയകളുടെ നിലനിൽപ്പിന് ആവശ്യം ഫൈബറാണ്. അപ്പം നല്ല ബാക്ടീരിയയുടെ നിലനിൽപ്പ് ആവശ്യമായിട്ടുള്ള ഫൈബർ നമ്മുടെ ഡയറ്റിൽ കിട്ടുന്നില്ല എങ്കിൽ അത് പതിയെ പതിയെ ചത്തുകയും ചെയ്യും. അതിന് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞത് എന്താണ്, പ്രീബയോട്ടിക് ആയിട്ടുള്ള സാധനങ്ങൾ. ഉദാഹരണത്തിന് ഓട്സ്, റോൾഡ് ഓട്സിന് പറയാൻ കാരണം എന്താണ്, സോളിബിൾ ഫൈബർ ആയിട്ടുള്ള ബീറ്റ ഗ്ലൂക്കിൻ അതിൽ മെയിൻ ആയിട്ടുള്ള കണ്ടന്റ് ആണ്. അതെന്ത് ചെയ്യാണ്, ബോഡിയുടെ ഗട്ട് ഹെൽത്തിനെ ഹെൽപ്പ് ചെയ്യാണ്. ഗട്ട് ഹെൽത്തിന് എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്, എക്സസ് ആയിട്ടുള്ള കൊളസ്ട്രോൾ കാര്യങ്ങൾ അബ്സോർപ്ഷൻ കുറക്കും. ബോഡിയിൽ ഡയറക്റ്റ് ആയിട്ട് ഗട്ടിന്ന് ബ്ലഡ് വെസൽസിലേക്ക് പോകുന്ന അല്ലെങ്കിൽ എക്സസ് ആയിട്ട് കൊളസ്ട്രോൾ അബ്സോർബ് ചെയ്യുന്നതിനെ ബ്ലോക്ക് ചെയ്യും. ബെയിൽ മെക്കാനിസത്തിനെ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യും. ബെയിൽ മെക്കാനിസത്തിന് ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, ഈസി ആയിട്ടുള്ള സ്മൂത്ത് ആയിട്ടുള്ള ഡൈജഷൻ നടക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ എക്സസ് ആയിട്ടുള്ള കൊളസ്ട്രോൾ, ട്രൈഗ്ലിസറൈഡും കൊളസ്ട്രോളും എന്ത് ചെയ്യും, ബോഡി റീക്രിയേറ്റ് ചെയ്യും. എക്സസ് ആയിട്ടുള്ള ബൈൽ എന്ത് ചെയ്യും, ഈ പറയുന്ന സോളിബിൾ ഫൈബേഴ്സ് അബ്സോർബ് ചെയ്തിട്ട് മലത്തിലൂടെ അത് പാസ് ചെയ്യും. പക്ഷെ ഈ പാസ് ചെയ്യണ കൊളസ്ട്രോൾ ബൈൽ തിരിച്ച് നോർമലി റീസൈക്കിൾ ചെയ്ത് വരേണ്ടതാണ്. പക്ഷെ അത് മലത്തിലൂടെ പാസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ബോഡിക്ക് അവിടെ ബൈൽ ഷോർട്ടേജ് വരും. ഈ ബൈൽ ഷോർട്ടേജ് വരുന്ന സമയത്ത് ലിവർ വീണ്ടും ബൈൽ പ്രൊഡ്യൂസ് ചെയ്യാൻ നിർബന്ധം. ലിവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ബൈൽ പ്രൊഡക്ഷൻ്റെ അടിസ്ഥാന അവസ്ഥ എന്താണ്, കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡാണ്. അത് അബ്സോർബ് ചെയ്തിട്ട് വേണം അത് ബൈലായിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യും, നോർമലായിട്ട് എക്സസ് ആയിട്ടുള്ള ട്രൈഗ്ലിസറൈഡും കൊളസ്ട്രോളും ബോഡിയിൽ നിന്ന് പതിയെ പതിയെ കുറഞ്ഞു വരും. അതുകൊണ്ടാണ് പ്രീബയോട്ടിക് ആയിട്ട് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞത് റോഡ് സോൾട്ട് പറയാൻ കാരണം. റോഡ് സോൾട്ട്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റോഡ് സോൾട്ട്സ് നമുക്ക് നൈറ്റ് ഫുഡായിട്ട് കഴിക്കാൻ പറ്റും. അത് രാത്രി കാർബോഹൈഡ്രേറ്റ് ഒഴിവാക്കിക്കൊണ്ട് ഡയറ്റിനും കൊളസ്ട്രോളും ഷുഗറുള്ള പേഷ്യൻസ് ആണെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾക്ക് ഓട്സിൻ്റെ ഈ പറഞ്ഞ പല രൂപത്തിലുള്ള കഞ്ഞിയായിട്ട് ഉപയോഗിക്കാം, നേരിട്ട് ഉപയോഗിക്കാം, ലോ ഗ്രേഡ് കൊളസ്ട്രോളുള്ള പാലിൽ ഉപയോഗിക്കാം, ലോ ഫാറ്റ് പാലിൽ ഉപയോഗിക്കാം. വ്യത്യസ്തമായ രൂപത്തിൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റും. ഇനി അടുത്ത ഈ പറഞ്ഞ പ്രധാനമായിട്ടുള്ള ഐറ്റംസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും പ്രധാനമായിട്ട് പ്രീബയോട്ടിക് ആയിട്ടുള്ള ഐറ്റംസ് ആണ് നമുക്കുള്ളത്. പാൽ, അധികം പുളിപ്പില്ലാത്ത തൈര്. നമ്മൾ വീട്ടിൽ തന്നെ പാൽ വാങ്ങിയിട്ട് അത് ഫെർമെൻറ്റേറ്റ് ചെയ്ത് ഉപയോഗിക്കുന്ന തൈര്, അത് വളരെ ഹെൽപ്ഫുള്ളാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഈ തുടർച്ചയായിട്ടുള്ള വയറിൻ്റെ ബുദ്ധിമുട്ടുകൾ, നമ്മൾ ഒരുപാട് മെഡിസിൻസ്, ഗ്യാസിൻ്റെ മെഡിസിൻസ് ഒക്കെ ടെമ്പററി ആയിട്ട് കഴിക്കുകയാണ്. പക്ഷേ അതിൻ്റെ റൂട്ട് ഓഫ് കോസ് അറിയുന്നതിന് വേണ്ടി, അല്ലെ യഥാർത്ഥത്തിൽ അതിൻ്റെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലെ ഗട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ യാതൊന്നും ചെയ്യുന്നില്ല. മറിച്ച് ടെമ്പററി ആയിട്ട് എന്താ മെഡിസിൻ കഴിക്കുക, ഇപ്പോഴുള്ള താൽക്കാലിക ബ്ലോക്ക് പ്രശ്നങ്ങൾ ക്ലിയർ ചെയ്യും. ഇപ്പം നമ്മുടെ വീട്ടിലൊരു റൂമിൽ വീട്ടിലേതെങ്കിലും ഒരു ഭാഗത്തൊരു വേസ്റ്റ്, അപ്പോൾ എന്തെങ്കിലും സാധനങ്ങൾ ചത്ത് നിൽക്കുകയാണെന്ന് വിചാരിക്കാം, അതിൻ്റെ സ്മെല്ല് ഫെർമെൻ്റ് ആയിട്ട് ഇതിങ്ങനെ പോകും. ഇപ്പം നമ്മളത് താൽക്കാലികമായിട്ട് സ്പ്രേ അടിച്ചവിടെ നിൽക്കുമോ, ഇല്ലല്ലോ. എന്താ ചെയ്യുക, അത് ക്ലീൻ ചെയ്തില്ലെങ്കിൽ അതിൻ്റെ സ്മെല്ല് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതുപോലെ ഇന്റേണൽ ആയിട്ടുള്ള ഗട്ടിലുള്ള വേസ്റ്റ് അല്ലെങ്കിൽ ഫുഡ് മെറ്റീരിയൽ പൂർണ്ണമായിട്ടും ആ പ്രോബ്ലംസ് ക്ലിയർ ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും, അത് ബാഡ് ബ്രീത്ത് ആയിക്കൊണ്ടും അല്ലെങ്കിൽ അത് കോൺസ്റ്റിപ്പേഷൻ സിവിയർ ആയിക്കൊണ്ടും പൈൽസ് ആയിക്കൊണ്ടും അത് മറ്റു പല രൂപത്തിലേക്ക് അത് മാറി കൺവേർട്ട് ചെയ്യും. അതിന് പകരമായിക്കൊണ്ട് ഗട്ട് ഹെൽത്ത് നമ്മൾ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ പൂർണ്ണമായിട്ട് മാറി കിട്ടും. ഇത് പിന്നെ എല്ലാ ഡിസീസിൻ്റെയും മദറായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാനുള്ളത് എന്താണ്, ഗട്ടാണ്. അതുകൊണ്ടാണ് ഗട്ടത്തിന് ഇത്രയും ഹെൽത്തിന് ഇമ്പോർട്ടൻ്റ് വരുന്നത്. അപ്പോൾ ഈ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഈ രൂപത്തിൽ ക്ലിയർ ചെയ്തിടുകയാണെങ്കിൽ തൈര് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഹോർമോണിൻ്റെ അളവ്, ഈ ബാക്ടീരിയയുടെ അളവ് വളരെ വർദ്ധിക്കും. ഇത് നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ രണ്ടാമത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ് നമ്മൾ ഉപ്പിട്ട മാങ്ങ അല്ലെങ്കിൽ അച്ചാർ എന്നുള്ളത്. അപ്പം അത് വളരെ നല്ല പ്രോബയോട്ടിക് ആണ്. പണ്ട് മുതലേ നമ്മൾ ഉപയോഗിച്ചാണ്. ഇന്ന് മാർക്കറ്റിൽ കാണുന്ന വിനാഗിരിക്ക് പകരമായിക്കൊണ്ട് നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള വിനാഗിരികൾ ഉപയോഗിക്കുക. അല്ലെങ്കിൽ ഉപ്പിലിട്ടത്, ഡയറക്റ്റ് ഉപ്പിലിട്ടത് മാത്രം മതി. ഉപ്പിലിട്ട വാങ്ങിയാലും നാരങ്ങ ആയിക്കഴിഞ്ഞാലും അത് വളരെ റിച്ച് ഇൻ പ്രോബയോട്ടിക് ആണ്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യമാണ് മോര്. നേരത്തെ പറഞ്ഞ തൈരാണ് മോര്. ഈ മോരെന്താണ്, ഈ പറഞ്ഞ പ്രോബയോട്ടിക്കിൽ വളരെ എഫക്റ്റ് ഉള്ള സാധനമാണ്. പിന്നെ ആപ്പിൾ സിഡർ വിനെഗർ അത് ചേർത്തുകൊണ്ട് നമ്മളിപ്പം ഭക്ഷണത്തിന് മുമ്പായിട്ട് ഒരു 1/2 ടീസ്പൂൺ കഴിക്കുകയാണെങ്കിൽ, അത് ആപ്പിൾ സിഡർ വിനെഗർ പ്രത്യേകം ശ്രദ്ധിക്കണം. മദർ ഉള്ളതാണ്, സിന്തറ്റിക് അല്ലാതെ മദർ ഉള്ളത്. നമുക്ക് ബോട്ടിൽ വാങ്ങിക്കഴിഞ്ഞാൽ അടിയിൽ ഊറി നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഈ സാധനങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രോബയോട്ടിക്, അതായത് ശരീരത്തിൽ നല്ല ഗുഡ് ബാക്ടീരിയയുടെ അളവ് വർദ്ധിപ്പിക്കാൻ സഹായിക്കും. അതോടൊപ്പം തന്നെ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതോടൊപ്പം തന്നെ സഡൻഡറി ലൈഫ് സ്റ്റൈലായിട്ട് വളരെ വൈകി ഉറങ്ങുകയും അല്ലെ വളരെ ഫിസിക്കലി ഇനാക്റ്റീവ് ആയിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്ത് കഴിഞ്ഞാലും ഈ പറഞ്ഞ ഗട്ട് ഹെൽത്ത് കംപ്ലീറ്റ് മാറിയില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ രാത്രി വൈകിട്ട് ഉറങ്ങുന്നത്, തുടർച്ചയായി കൊണ്ട് രാത്രി ഉറക്കം സ്കിപ്പ് ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ നമ്മുടെ സ്ട്രെസ് ഹോർമോൺ വർദ്ധിക്കും. ഈ സ്ട്രെസ് ഹോർമോൺ വർദ്ധിക്കുന്ന സമയത്ത് അത് ഈ പറഞ്ഞ കോർട്ടിസോൾ വർദ്ധിക്കുമ്പോൾ ഈ പറഞ്ഞ ബാക്ടീരിയകളുടെ ഏറ്റവും വലിയ
അന്ധകരാണ് അവർ. കാരണം എന്ന് പറഞ്ഞാൽ അത് 3-4 ടൈപ്പായിട്ട് നമ്മൾ നേരത്തെ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. 3-4 തരത്തിലാണ് അത് ബാധിക്കുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താണ്, അതിനെ ആ ഒരു നോർമൽ ആയിട്ടുള്ള എൻവയോൺമെന്റ് ഇല്ലാതാക്കും. അത് കൂടുതലായിട്ട് അസിഡിക് ആകുകയും അതോടൊപ്പം തന്നെ അത് ഗുഡ് ബാക്ടീരിയയുടെ വളർച്ച തകരാറിലാക്കുകയും ബാഡ് ബാക്ടീരിയയുടെ വളർച്ച വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഇത് ഈസി ആയിക്കൊണ്ട് നമുക്ക് അസുഖങ്ങളിലേക്ക് കൺവേർട്ടും ചെയ്യും. അതുപോലെ തന്നെ ഇൻഫ്ലമേഷൻ്റെ അളവ് വർദ്ധിപ്പിക്കും. ഈ രൂപത്തിൽ നമ്മൾ അറിയാതെ ഇന്റേണലായിട്ട് ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പതിയെ കൊളസ്ട്രോളിലായിട്ടും ഡയബറ്റിക് ആയിട്ടും ഇന്റേണലായിട്ട് ഓരോരോ ഡിസീസായിട്ട് കൺവേർട്ട് ചെയ്യും. ഇത്തരത്തിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോവുകയാണെങ്കിൽ പതിയെ എന്ത് ചെയ്യും, നമ്മുടെ ഡയബറ്റിക് പേഷ്യൻ്റ് ആയിക്കൊണ്ടും അല്ലെങ്കിൽ കൊളസ്ട്രോൾ പേഷ്യൻ്റ് ആയിക്കൊണ്ടും പതിയെ ഹാർട്ട് അറ്റാക്ക് അതുപോലെ ഒരുപാട് അസുഖങ്ങളിലേക്ക് നമ്മൾ അറിയാതെ സ്റ്റെപ്പ് ഇങ്ങനെ എടുത്തു വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ കാര്യങ്ങൾ ക്രമീകരിക്കുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ഗട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുകയും ചെയ്യാം. അതുപോലെ നേരത്തെ പറഞ്ഞ എല്ലാവിധ ഡിസീസിൻ്റെയും മദറായിട്ടുള്ള ഗട്ടിൻ്റെ ഹെൽത്ത് നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കുകയും പഴയ ഒരവസ്ഥയിലേക്ക് എത്തിക്കാൻ പറ്റുകയും ചെയ്യും. അപ്പോൾ ഈ പറഞ്ഞ രൂപത്തിൽ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ ഗട്ട് ഹെൽത്ത് നേരത്തെ പറഞ്ഞതുപോലെ ഈ പറഞ്ഞ അസിഡിറ്റിയുടെ ആയാലും വയറ് വീർക്കുന്നതായാലും നെഞ്ഞെരിച്ചിലായി കഴിഞ്ഞാലും വയറുമായിട്ട് ബന്ധപ്പെട്ട ഒരു 70% ആൾക്കാരും വയറുമായിട്ട് ബന്ധപ്പെട്ട പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കൊണ്ടാണ് ജീവിക്കുന്നത്. പക്ഷെ ടെമ്പററി സൊല്യൂഷൻ ആയിട്ട് ജീരകമുള്ള മറ്റു ഈ പറഞ്ഞ ആസിഡ്സ് പോലെയുള്ള മെഡിസിൻസ് കഴിച്ച് ടെമ്പററി റിലീഫ് മാത്രമാണ് അവർ ആഗ്രഹിക്കുന്നത്. അതിന് പകരമായിക്കൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വയറുമായിട്ടല്ല ഗട്ട് ഹെൽത്ത് നമുക്ക് പൂർണ്ണമായിട്ടും ഹെൽത്തി ആയിട്ട് കൊണ്ടുനടക്കാൻ പറ്റും. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങളും കാര്യങ്ങളും ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇനി മറ്റൊരു ഹെൽത്ത് വിഷയമായിട്ട് കാണാം. നന്ദി.